പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. അറഫ ദിനത്തിന്റെ പ്രാധാന്യം ഒന്ന് വിശദീകരിച്ചാൽ ഉപകാരമായിരിക്കും. ചില ദിവസങ്ങൾ, ഈ 10 ദിവസങ്ങളിൽപ്പെട്ട അല്ലെങ്കിൽ 13 ദിവസങ്ങളിൽപ്പെട്ട ചില ദിവസങ്ങളെ പ്രത്യേകമായി നമുക്ക് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ തന്നെയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവയുടെ ഫളായിലുകൾ, മഹത്വങ്ങൾ പലതായി കാണുവാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ യൗമിൻ അക്തറ മിൻ അൻ യുഅതിഖല്ലാഹു ഫീ അബ്ദൻ മിനൻ നാരി യൗമ അറഫ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ ഏറ്റവും കൂടുതൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് അറഫ ദിവസത്തിലായിരിക്കും എന്നാണ്. വൈനൂലയദിനു, അല്ലാഹു അവൻ്റെ ജലാലത്തിനോടും ഖുദ്റത്തിനോടും അനുയോജ്യമായ രൂപത്തിൽ അടുത്തു വരികയും സുമ്മ യുബാഹി ബിഹിമുൽ മലായിക, എന്നിട്ട് മലക്കുകളോട് അഭിമാനത്തോടുകൂടി പറയും, ഫയഖൂലു മാ അറാദഹ ഉലായി, അറഫയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആളുകൾ എന്താണ് ആഗ്രഹിക്കുന്നത്? വഇന്നി ഖദ് ഗഫർതു ലഹും, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്ന ദിവസമാണ്. പിശാചിന് അങ്ങേയറ്റം വിമ്മിഷ്ടം നേരിടുന്ന ദിവസമാണ്. അള്ളാഹു മലക്കുകളോട് പറയും, ഉൻദുറു ഇലാ ഇബാദി ജാഊനി ശുഅസൻ ഗുബ്റ, ഇതാ എൻ്റെ ഈ അടിമകളിലേക്ക് നോക്കുക. ലോകത്തിൻ്റെ വിദൂര ദിക്കുകളിൽ നിന്നും വന്നെത്തിയ തൽബിയത്ത് മുഴക്കിക്കൊണ്ട് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അറഫയിൽ ഒരുമിച്ച് കൂടുവാൻ വന്ന ഹാജിമാര് മുടിയെല്ലാം ജടകുത്തിയിരിക്കുന്നു, ശരീരമെല്ലാം പൊടിപിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് മലക്കുകളോട് അഭിമാനം പറയും, മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, എല്ലാ വിദൂര മലമടക്കുകളിൽ നിന്നും വിദൂരമായ ദിക്കുകളിൽ നിന്നുമാണ് അവർ വന്നിരിക്കുന്നത്. യർജൂന റഹ്മത്തി വയഖാഫൂന അദാബി, അവരാഗ്രഹിക്കുന്നത് എൻ്റെ കാരുണ്യമാണ്, അവർ ഭയപ്പെടുന്നത് എൻ്റെ ശിക്ഷയാണ്. അവരെന്നെ കണ്ടിട്ടില്ല, അവരെങ്ങാനും എന്നെ കണ്ടിരുന്നുവെങ്കിൽ എത്രമാത്രം ഭീതിയായിരിക്കും അവർക്കുണ്ടായിരിക്കുക എന്നൊക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹു പറഞ്ഞതായി നമുക്ക് അറിയിച്ചു തരിക. അതേപോലെ തന്നെ ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഒരു ജൂതൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരായത്തുണ്ട്, ആ ആയത്തെങ്ങാനും ഞങ്ങൾക്കാണ് ഇറങ്ങിയത് എങ്കിൽ ഞങ്ങൾ അവർ ആഘോഷ ദിവസമാക്കുമായിരുന്നു എന്നാണ്. ലത്തഖദനാ ദാലിക്കൽ യൗമ ഈദ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഏതാണ് ആയത്ത്? സൂറത്ത് മാഇദയിലെ 3-ാമത്തെ ആയത്ത് അദ്ദേഹം ഓതി കൊടുത്തു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാം പൂർത്തിയാക്കി തന്നു, ഇസ്ലാമിനെ തൃപ്തിപ്പെട്ടു തന്നു. ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖദ് അറഫ്നാ ദാലിക്കൽ യൗമ വൽ മകാന അല്ലദീ നസലത് ഫീ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഏത് സ്ഥലത്ത് വെച്ചാണ്, എപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറങ്ങിയത് എന്ന് ഞങ്ങൾക്കറിയാം. വഹുവ ഖായിമുൻ ബിഅറഫ യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം അറഫയിൽ നിൽക്കുന്ന വേളയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ ആയത്ത് ഇറങ്ങിയത് എന്നാണ്. അതുകൊണ്ടാണ് ഈ ദിവസത്തിൽ ഹാജിമാരല്ല, ഒരു ഭാഗത്ത് ഹാജിമാർ പ്രാർത്ഥനയിലും തക്ബീറിലും തഹ്ലീലിലും ആയി അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ ഹാജിമാരല്ലാത്ത, അറഫയിലില്ലാത്ത ആളുകൾ നോമ്പിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തൗഹീദിന്റെ കലിമ ഉച്ചരിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഹാജിമാർ ഏറ്റവും കൂടുതൽ അറഫയിൽ ചൊല്ലേണ്ട ഒരു ദിക്റാണിത്. തൗഹീദ് ഉച്ചൈസ്തരം പ്രഖ്യാപിക്കുകയാണ്. ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ പ്രവാചകന്മാരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൻ്റെ ആദ്യത്തിലും അവസാനത്തിലും ഒക്കെ ചൊല്ലിയ, പ്രഖ്യാപിച്ച, പ്രബോധനം ചെയ്ത ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് അറഫയിൽ ഹാജിമാർ കൂടുതലായി ചൊല്ലുന്നത്. എന്നാൽ ഹാജിമാരല്ലാത്ത ആളുകളാകട്ടെ അവർ നോമ്പനുഷ്ഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹ് അൻ യുകഫിറ സനതല്ലതി ഖബ്ല വസ്സനതല്ലതി ബഅദഹു. അറഫ ദിവസം ഒരൊറ്റ നോമ്പിലൂടെ കഴിഞ്ഞു പോയൊരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ഇത്രമാത്രം പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് ഹാജിമാരല്ലാത്ത സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ദിവസം നമുക്ക് മുതലാക്കണം, ഈ ഒരു ദിവസം കൂടുതലായി അമൽ ചെയ്യണം. ഈ ഒരു നോമ്പ് സുന്നത്താണെന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ, അത് ഒരു നിർബന്ധമല്ലെങ്കിലും
പ്രാധാന്യം മനസ്സിലാക്കി എടുക്കുവാൻ സാധിക്കണം എന്ന ഒരാഗ്രഹമാണ് അറഫാ ദിവസത്തിൽ എല്ലാ ആളുകൾക്കും ഉണ്ടാകേണ്ടത്. ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരൽപ്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ. താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ സംശയ നിവാരണം എന്ന പരിപാടിയിൽ നിന്നാണ്. താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങളുണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ്. ചോദ്യങ്ങൾ അയക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക. Peace Radio. Tune to reality.